എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ ഇതാണ് സംഭവം. ഒന്നാമത്തത്, എന്റെ വീഡിയോസിന്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ഇട്ട ഒരു കുഞ്ഞിമൂന്റെ പേരാണ് ജംഷീറ നൗഷാദ്. ഈ നൗഷാദ് അവിടെ നിൽക്കട്ടെ, ജംഷീറാനോട് ഒരു കാര്യം പറയാനുള്ളത്. അപ്പൊ സാജിദ അവളുടെ വീട്ടിലെ പ്രശ്നം തീർത്തിട്ടാണോ നിങ്ങളെ പ്രശ്നത്തിൽ ഇടപെട്ടത്? സാജിദയെ പറയുന്നവരോട് ചോദിച്ച അതേ ചോദ്യം നിങ്ങളോട് കൂടി ചോദിക്കട്ടെ. ഭാര്യയുടെ കുറ്റം പറഞ്ഞപ്പോൾ അവളുടെ ഭാഗം പറയുന്നു. അതായത് ഈ സാജിദ സാജിനേറ്റ് നല്ല റിലേഷൻഷിപ്പിലോട് കൂടി പോയത് ഞാനല്ല. ഞാനത് വീഡിയോ സഹിതം സ്ക്രീൻ റെക്കോർഡ് സഹിതം താങ്കൾക്ക് കാണിച്ചു തന്നിട്ട് ചോറ് തന്നെ അല്ലേ വീട്ടിൽ നിന്ന് രാവിലെയും ഉച്ചക്കും വൈകുന്നേരം തിന്നുന്നത്, അല്ലെ ഒരു നേരം ചോറ് തിന്നുന്നില്ലേ? അതിനുള്ള വിവരം കാണിക്കുക കുഞ്ഞിമു. എന്താണ് പേര്? ജംഷീറ. അതും തന്നെ 2 വട്ടം ഇട്ടിട്ടുണ്ട്. ഞാൻ അതിന് കമന്റിന് റിപ്ലൈ തരാത്തതുകൊണ്ട് 2 വട്ടം ആ കമന്റ് തന്നെ നിങ്ങൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ എത്ര മറിച്ചുള്ള കമന്റ് ഇട്ടാലും ഈ പാത്രം കഴിയുകയും മീൻ നന്നാക്കി ഈ ചമ്മന്തി ഉണ്ടാക്കി കഞ്ഞി ചോറുണ്ടാക്കി പെരയെ അടിച്ചു വാരി നടന്നു കൊടുക്കണം. എനിക്ക് ഇതിനൊന്നും സമയമല്ല. നിങ്ങൾ എൻ്റെ പാസ്റ്റ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതിയാവും. എപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 4-5 months 3 months കൊടുത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് എൻ്റെ പുതിയ ഗേൾ ഫ്രണ്ട് എൻ്റെ മോൾട്ടി വരും കേട്ടോ. എൻ്റെ മോൾട്ടി എനിക്കൊരു വീഡിയോസിൻ്റെ ലിങ്ക് അയച്ചെന്ന് നസീറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണ് നിങ്ങൾക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്നുള്ളത്. ആക്ച്വലി നസീറാൻ്റെ പ്രാക്കാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത്. നസീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ആയിരുന്നു നസീറ. അപ്പം ഇപ്പം പേരുകൾ മാറിയത്. നസീറ ഒരു ഭാഗത്ത്, ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് മോൾട്ടിയാണ് ഈ നസീറാൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചത്. അപ്പൊ ഈ നസീറ എൻ്റെ വീഡിയോസ് 2 പ്രാവശ്യം അവൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നസീറാൻ്റെ അക്കൗണ്ടിൽ 2 റിയാക്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നസീറ അതിൻ്റെ ഇടയിൽ തന്നെ കളകളാന്ന് പറയുന്നത്. അപ്പം എവിടെ പറഞ്ഞു നിർത്തിയത്? അപ്പൊ നസീറ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നസീറാൻ്റെ പ്രാക്കാണ് എൻ്റെ ജീവിതം ഇങ്ങനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞിട്ടുള്ളത്. അതിപ്പോ നസീറാൻ ഇങ്ങനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞിട്ടുള്ളത്. അതിപ്പോ നസീറാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നസീർ 8ാം ക്ലാസ്സിലായിരുന്നു. ഞാനും നസീറെ നന്നായിട്ട് പ്രേമിച്ചുകൊണ്ട് തിരക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നസീറയും ഒരുപാട് കൈവിട്ട കളികളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. നസീർ എനിക്ക് രാവിലെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് കൊണ്ടുവരും, അതുപോലെ തന്നെ എനിക്ക് മിഠായി കൊണ്ടുവരും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് ടൈമിൽ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഒരു പാത്രത്തിൽ കഴിച്ച ആളുകളാണ്. അതുപോലെ തന്നെ ഞാനും നസീറയും ഭയങ്കരമായിട്ട് കട്ട പ്രേമായിരുന്നു. ഈ നസീറ എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് അന്നൊരു ബോധം വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂട്ടുകാരൻ എന്താണ് മറ്റെന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാനും നസീറായിട്ട് ഭയങ്കര കട്ട പ്രണയത്തിലായിരുന്നു.